പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തൊട്ട് മുന്നത്തെ ദിവസം നമ്മൾ ബാക്ക് പാർട്ട് കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊക്കെ ബ്ലൗസ് കട്ട് ചെയ്യണം, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണെങ്കിലും സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് വയ്ക്കാം. ആ ഐഡിയ ആണ് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ബാക്ക് പാർട്ടാണ് തൊട്ട് മുന്നത്തെ ദിവസം ചെയ്തത്. ഇനി ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വെറുതെ ഡ്രോ ചെയ്യാൻ വേണ്ടോ പാറ്റേൺ വയ്ക്കുക. നമ്മൾ തുണി 2ആയിട്ട് മടക്കി പാറ്റേൺ വയ്ക്കുക, വരയ്ക്കുക, കട്ട് ചെയ്യുക, അത്രേ വേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ഇനി 11 ദിവസം പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ വീഡിയോ ആണ്. അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാട്ടോ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും 3 അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഒരു കമൻറ്റ് തരാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതിങ്ങനെ വയ്ക്കുക, ഇതിൻ്റെ പാറ്റേൺ വീണ്ടും എഗെയിൻ ഡ്രോ ചെയ്യുക. ഇത് നമ്മൾ ഒന്ന് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഒന്ന് ഷേപ്പ് തന്നെ വീണ്ടും വരച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചെടുക്കണം ആദ്യം തന്നെ. നമ്മൾ ഇതിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ആ ഒരളവ് നമ്മൾ വരച്ചു ശേഷം നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴുത്ത് തൊട്ട് ഷോൾഡർ, അതുപോലെ ആം ഹോൾ കർവ്, അതുപോലെ തന്നെ സൈഡ് ഭാഗത്തെ അളവ്, ഇതിൻ്റെ താഴ്ഭാഗത്തെ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ്, ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ സ്കെയിൽ വയ്ക്കുക. ഓക്കെ, ഈ ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ഇങ്ങനെ വരച്ചതിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഈ സംഭവം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ മറക്കരുത്. കാരണം നമുക്ക് കപ്പ് സൈസ് എടുക്കുമ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു തരാം. പിന്നെ കപ്പ് സൈസ് കറക്റ്റ് ആവാൻ പെർഫെക്റ്റ് ആവാനുള്ള ടിപ്സും നമ്മൾ പറഞ്ഞു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഇതിനകത്ത് എല്ലാ ടൈപ്പ് ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിനു ശേഷം നമുക്ക് ഇനി ബാക്ക് പാർട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് പിന്നെ അളവ് ബ്ലൗസ് എടുക്കുക. അളവ് ബ്ലൗസ് എടുത്ത ശേഷം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉൾസൈഡിൽ നിന്ന് ഉൾസൈഡിൽ നിന്ന് എടുക്കാം കേട്ടോ. മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് എടുക്കണം ആദ്യം തന്നെ. ഉൾസൈഡ് എടുക്കുക കേട്ടോ, പൊട്ട വശം എടുക്കുക, നല്ല വശത്തു നിന്ന് മാറ്റിയിട്ട് ഈ സൈഡിൽ നിന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഹുക്കുള്ള ഭാഗത്തു നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു അളവ് എത്രയാണെന്ന് നോക്കാം. ആ അളവ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾ അളക്കുക. നിങ്ങളുടെ എത്രയാണെന്ന് ടേപ്പ് വെച്ച് അളക്കുക. ഇതിങ്ങനെ ഇവിടെ തയ്യൽ തുമ്പ് അടക്കാൻ കേട്ടോ നമ്മൾ എടുക്കുന്നത്. തയ്യൽ തുമ്പ് മുകളിലേക്ക് നിൽക്കുന്ന ആ പാർട്ടും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എടുത്തു. അപ്പോൾ നമുക്ക് വന്ന അളവെന്ന് പറയുന്നത് 10 ഇഞ്ചാണ് അളവ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ അളവ് വന്ന് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യാം. തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ തയ്യൽ തുമ്പ് അടക്കമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്.
അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾക്ക് 10 ഇഞ്ച് വന്നിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ നിന്നുണ്ട് ഇവിടം വരെയുള്ള ആ ഒരു ലെങ്ത്ത്, അതായത് ഫ്രണ്ടിൻ്റെ ടക്കിൻ്റെ ഭാഗത്തെ ഈ ഒരു മെയിൻ ടക്കിൻ്റെ ഭാഗത്ത് എനിക്ക് എത്രത്തോളം അളവുണ്ടോ അത് നോക്കാം. ഇപ്പം നമുക്ക് 3.5 എടുത്തപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയത്. പ്ലസ് അതിൻ്റെ കൂടെ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച്. അപ്പം നമുക്ക് 3.25 അളവ് വരുന്നത്. ആ അളവാണ് ഇതിനകത്ത് വരയ്ക്കേണ്ടത്, മെയിൻ ടക്കിൻ്റെ അളവിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അളവിൽ എത്രയാണോ അതിൽ വന്നിരിക്കുന്നത്, ബ്ലൗസിൽ വന്നിരിക്കുന്നത്, മെയിൻ ടക്കിൻ്റെ പോയിന്റിലേക്ക് വന്നിരിക്കുന്ന കറക്റ്റ് പോയിന്റ് നോക്കാം. പ്ലസ് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് 3.5 നമ്മുടെ അളവ് വന്നപ്പോൾ ഒരു 1/4 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3.25 വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അളവ് എഴുതി നിങ്ങളുടെ അളവ് അതുപോലെയുള്ളത് ചെയ്യാം. 1/4 ഇഞ്ചാണ്, 1/4 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തത്. നമുക്ക് 1/4 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇത്ര കേട്ടോ. ഓക്കെ, ആ ഒരു അളവ് ആഡ് ചെയ്യാം. അതിനുശേഷം ആ മെയിൻ ടക്കിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് താഴെ വരേക്കുള്ള അളവ് ലെങ്ത്ത് നിങ്ങൾ അളക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ പിടിച്ചിട്ട് താഴേക്ക് എവിടം വരെ എത്രയാണോ ആ അളവ് നിങ്ങളുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് അളക്കുക. നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ അളന്നെടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. തയ്യൽ തുമ്പ് അടക്കം നമ്മൾ അളന്നെടുക്കണം. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ എത്രയാണോ അത് നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. പോയിന്റ് ഇട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അളവ് നമ്മൾ അടയാളപ്പെടുത്താം. നമുക്ക് വന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് എടുത്തിട്ടില്ല എങ്കിൽ 1/4 നൂല് എടുക്കുക. 1/4 ഇഞ്ച് ഒരു പോയിന്റ് കൂടി, 1/4 നൂല് എന്ന് പറഞ്ഞത് അതാണ്. 1/4 ഇഞ്ച് ഒരു പോയിന്റ്, അതാണ് 1/4 നൂല് എന്ന് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലത്തെ ഒരു പോയിന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു അളവ് എടുക്കുക. നിങ്ങൾ തയ്യൽ തുമ്പ് അടക്കം എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത പോലെ എടുക്കുക. നമ്മൾ തയ്യൽ തുമ്പ് അടക്കമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഫ്രണ്ട് ടക്കാണ്. ഫ്രണ്ട് ടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഹുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡിലോട്ട് വരല്, ഹുക്കിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. ആ അളവ് നമ്മൾ ഇതുപോലെ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് പാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, നല്ല വശത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മുകളിലൊരു 1/2 ഇഞ്ച് ആഡ് ചെയ്യേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇതിങ്ങനെ എടുത്ത ശേഷം ഈ ഇവിടെ ഭാഗത്തേക്കുള്ള അളവാണ് എടുക്കേണ്ടത്. ആ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ടേപ്പ് ഇങ്ങനെ വെച്ച ശേഷം തിരിച്ച് ഒന്ന് ടേപ്പിലൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഏത് പാർട്ടിലേക്ക് കറക്റ്റ് പാർട്ടിലേക്ക് കിട്ടുള്ള അളവ് കിട്ടിയപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് വന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ. പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം മുകളിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അളവ് വരുമ്പോൾ ഇവിടെയാണ് അളവ് വരുന്നത്. അതിനുശേഷം ആ ഫ്രണ്ട് ടക്കിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. അതിൻ്റെ അകലം എടുക്കുക. 2.25 വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള അളവ് എടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസും ആഡ് ചെയ്യണം. 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ സൈഡ് ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ അളവ് എടുക്കുക. എന്നിട്ട് അത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആ പോയിന്റ് വരച്ചു. അതിനുശേഷം ഫ്രണ്ടിലെ നെക്ക് എത്രയാണോ അളവ് ആ അളവാണ് എടുക്കേണ്ടത്. ഈ അളവ് ഇവിടുന്നിട്ട് ഇവിടം വരെ. ഓക്കെ, ഈ ഫ്രണ്ട് ടക്കിൽ നിന്ന് കഴുത്തിൻ്റെ ആ ഒരു ഇറക്കം ഉണ്ടല്ലോ, ആ പോയിന്റ് വരെയുള്ള അളവ് എടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ 1/4 ഇഞ്ച് പോകുന്നുണ്ട്, തയ്ച്ച് പോകുന്നുണ്ട്. ഇവിടെയും 1/4 ഇഞ്ച് പോകുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 1/4 ഇഞ്ചിനേക്കാൾ ഒരു പോയിന്റ് കൂടി, 1/4 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയും 1/4 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 1/4 ഇഞ്ചും 1/4 ഇഞ്ചും 1/2 ഇഞ്ച് 3/4 ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് കയറ്റുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഉണ്ടായിരുന്ന കൃത്യമായ അളവ് പ്ലസ് ഒരു 3/4 ഇഞ്ച് കയറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വന്ന അളവ്. പ്ലസ് അതിൻ്റെ കൂടെ 3/4 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടിയ അളവ്. അങ്ങനെ നമ്മൾ എടുക്കാം. നമുക്ക് കിട്ടിയ നമ്മുടെ അളവ് എത്രയാണ് കഴുത്തിൻ്റെ ആ ഒരു അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ആ പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക.
ഒരു 2 ഇഞ്ചിൻ്റെ സ്ക്വയർ മതി കേട്ടോ. 2 ഇഞ്ച് 1.25 ഇഞ്ച് നമ്മളിവിടെ 2.25 ഇഞ്ചായിരുന്നു നമ്മൾ അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്, വലുത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറവിലാണ് ഈ താഴ്ഭാഗം വേണ്ടതുള്ളൂ. അതിനേക്കാളും കുറവ് മതി. അപ്പോഴാണ് നമുക്കതിങ്ങനെ സ്ക്വയർ ചെയ്യാനായിട്ട് എളുപ്പം വരിക. ഒരു 1/2 ഇഞ്ചോളം 4 ഇഞ്ചോളം കുറഞ്ഞ് നിൽക്കും, താഴ്ഭാഗം കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് അതിന് നമുക്കിങ്ങനെ കർവ് ചെയ്തെടുക്കാനായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഭംഗി ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്ക് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബാക്കിലത്തെയാണ്. ഇതല്ല നമ്മൾ കട്ട് ചെയ്യുക. ഇനി ഇതാണ് കട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ടക്കാണ്, ഇത് നമ്മുടെ മെയിൻ ടക്കാണ്. ഓക്കെ. ഇനി ഈ ഫ്രണ്ട് ടക്കിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബെൽറ്റ് പിടിപ്പിക്കുന്ന താഴ്ഭാഗം വരെയുള്ള അളവിൻ്റെ സംഭവം എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ടക്കിന് ബെൽറ്റ് പിടിപ്പിക്കുന്ന ഈ ഭാഗം വരെയുള്ള അളവ് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഇവിടെ നിന്ന് ഫ്രണ്ട് ടക്കിന് ബേസ് ചെയ്തുകൊണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് 2 ഇഞ്ചാണ്. 2ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യാം. 1/2 ഇഞ്ചും 1/4 ഇഞ്ച് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ തയ്ച്ച് വരുമ്പോൾ ആഡ് ചെയ്യണ അളവ് മൊത്തം തയ്യൽ തുമ്പിലേക്ക് തന്നെ പോകണം. 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 1/4 ഇഞ്ചിൽ തന്നെ തയ്ച്ച് പോകണം. 1 പോയിന്റിൽ തയ്ച്ച് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തയ്യൽ തുമ്പ് ഇടണം. ഞാൻ 1 പോയിന്റിലാണ് തയ്ച്ച് പോകണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. ശരിക്കും 1/2 ഇഞ്ച് ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഞാൻ 1 പോയിന്റ് കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വന്നപ്പോൾ 2.25 എടുക്കും കേട്ടോ. ഇവിടെ ഞാൻ 1/4 ഇഞ്ച് 1 പോയിന്റ് വരും കൂടി എനിക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് 1 പോയിന്റ് കൂടി എടുക്കും. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഈ ഒരു മെയിൻ ടക്ക് ഉണ്ടല്ലോ, മെയിനായിട്ട് 1.5 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. 1.5 ഇഞ്ച് എടുക്കാം, 1.25 ഇഞ്ച് എടുക്കാം, 2 ഇഞ്ച് എടുക്കാം. ഇവിടെ 3 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് 2 ഇഞ്ചിന് മുകളിൽ എടുക്കേണ്ടതില്ല. മിനിമം നമ്മൾ ചിലവർ ഇപ്പോൾ 1 ഇഞ്ച് വരെ എടുക്കുന്നുണ്ട്. നിങ്ങൾ സൈസ് കൂടുതൽ സൈസ് കൂടുതലുള്ളവരും വരുമ്പോൾ നമുക്ക് ഈ സൈഡിലത്തെ അളവ് ചിലവർക്ക് ഫ്രണ്ട് പാർട്ട് നല്ലോണം കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു പാർട്ടിനുള്ളിൽ അത് തികയില്ല എന്ന് വരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഷേപ്പിൻ്റെ അളവിൽ 1 ഇഞ്ച് എടുക്കുന്നത് തുണി തികയുന്നില്ല എന്ന രീതിയിൽ വരുമ്പോൾ ഷേപ്പിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട്. അതല്ലാത്ത കേസിലൊക്കെ നമുക്ക് 1.5 ഇഞ്ച് 1.25 ഇഞ്ച് 2 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ച് ഇടുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. 2 ഇഞ്ച് ഇടാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് ഷേപ്പ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. ഓക്കെ. ആളുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 1.5 1.25 2 ഇഞ്ച് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തെടുക്കാം. പക്ഷേ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾക്ക് നമുക്ക് 1 ഇഞ്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നെ ഈ ഭാഗത്തുനിന്ന് തുണി മെറ്റീരിയൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഇഞ്ചൊക്കെ എടുത്താൽ നല്ല ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1.25 ഇഞ്ച് എടുക്കണമല്ലോ കേട്ടോ. 1.5 ഇഞ്ച് എടുത്താലും മതി, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ഷേപ്പ് കിട്ടും. ഞാൻ 1.25 ഇഞ്ച് എടുക്കാം കേട്ടോ. 1.25 ഇഞ്ച് എടുക്കാം. അങ്ങനെ എടുത്താലും കറക്റ്റ് തന്നെയാണ്. ആ ഷേപ്പ് കൂടും. 2 ഇഞ്ചൊക്കെ എടുക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് അത്യാവശ്യം സൈഡ് കിട്ടുന്നത് കൊണ്ട് അളവ് ഇതിനകത്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കപ്പിൻ്റെ സൈസ് ഷേപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിന് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഓരോ ബോക്സ് ആക്കിയിട്ട് എന്നെ പതുക്കെ വരയ്ക്കുക. ഇങ്ങനെ തിരിച്ച് വരയ്ക്കുക. സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബ്ലൗസിൻ്റെ, അത് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഈ പോയിന്റിന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഈ പോയിന്റും ഈ പോയിന്റും നമ്മൾ ജോയിൻ ചെയ്യാം. ബെൽറ്റിൻ്റെ ഭാഗത്തേക്കുള്ള പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ ആംഹോളിൻ്റെ കർവ് വരച്ചില്ലേ, അതൊന്ന് വരച്ച് ഒന്നും കൂടി നമുക്ക് അതിനകത്ത് കുഴിച്ച് വെട്ടാനുണ്ട് ഫ്രണ്ട് പാർട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ. ഇതിങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കുറച്ച് കുഴിച്ച് വെട്ടാനുണ്ട്. കുഴിച്ച് വെട്ടുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിന് ഈ സൈഡിൽ നിന്ന് കുറച്ച് കുഴിച്ച് വെട്ടണം. ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നിന്ന് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങിയ ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട്, അതായത് ഇങ്ങനെ പുറകിന്ന് താഴത്തേക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതുണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോഴാണ് കൂടുതലും ബ്ലൗസുകൾക്ക് ഭംഗി വരുന്നത്. ഓക്കെ. ചെറിയ രീതിയിൽ ഇങ്ങനെ ഇട്ടാൽ എടുക്കുക. ഒരുപാടല്ല, ചെറിയ രീതിയിൽ.
അതങ്ങനെ നമ്മളിത് ഈ സൈഡിലോട്ട് ഒന്ന് വരച്ചിട്ടുണ്ട്, കുറച്ച് ഇറക്കി വരച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തെ ബെൽറ്റ് വരെയുള്ള അളവ് അപ്പം നമുക്ക് ഇവിടുത്തെ ആം ഹോളിൻ്റെ താഴ്ഭാഗം, അതായത് കൈക്കുഴി താഴ്ഭാഗം തൊട്ട് ഈ ബെൽറ്റിൻ്റെ ഇവിടം വരെയുള്ള അളവെടുക്കാം, 5.25. അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ 4 ടക്കിൻ്റെ ബ്ലൗസാണ് തയ്ക്കുന്നതെങ്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്യാം. ഇത് ഈ സൈഡിൽ ടക്കില്ല, അപ്പം അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അല്ല നമ്മൾ സൈഡിൽ ടക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ +1 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് 5.25 അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1 ഇഞ്ച് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, 1 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ അളവെടുത്തത്. നമ്മൾ ടക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്തെ ടക്ക് പോകാൻ 1/2 ഇഞ്ച് വരും, ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു ബെൽറ്റ് പിടിപ്പിക്കും, ബെൽറ്റും ഈ ഫ്രണ്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ അങ്ങനെ ടോട്ടലി 1 ഇഞ്ചാണ് നമുക്ക് ഇവിടെ എടുക്കുന്ന അളവ്. ഇതിന് ശേഷം ഇത് ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ആം ഹോളിൽ നിന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു കട്ടിങ് വരുത്തുമ്പോൾ ഇത് നമ്മൾ 4 ടക്ക് ബ്ലൗസ് അല്ല, ക്രോസ് കട്ട് ബ്ലൗസാണ് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ അളവിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് എടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ കട്ടിങ് കാണാതിരുന്നത്. പക്ഷേ ഈ ഒരു ബ്ലൗസിൽ കട്ടിങ് ഇല്ല, പക്ഷേ നമ്മൾ 4 ടക്ക് ബ്ലൗസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടൊക്കെ ഒരു നീങ്ങിയ ശേഷം അവിടെ നിന്ന് ഈ മെയിൻ ടക്കിൻ്റെ പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് നീക്കിയ ശേഷം ഈ ഒരു മെയിൻ ടക്കിൻ്റെ ഈ ഒരു വരയില്ലേ, ഈ ഒരു വര ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെ ആവണം. ഓക്കെ കേട്ടോ, ഈ ഒരു വരയിൽ ഇങ്ങനെ വരുന്ന രീതിയിലാവുമ്പോൾ ഷേപ്പ് കൂടുതൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഷേപ്പ് കിട്ടും. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീങ്ങിയ ശേഷം ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു 3 ഇഞ്ചോളം കൊടുക്കാം. 3-3.5 ഇഞ്ച് നമുക്ക് ടക്ക് കൊടുക്കാം, ടക്കിൻ്റെ പോയിന്റ് കൊടുക്കാം. ഇത് ക്രോസ് കട്ട് ബ്ലൗസ് എടുത്തത് കൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് അതിൻ്റെ ടക്കിൻ്റെ അളവ് എടുക്കാൻ എനിക്ക് ഇല്ലാത്തത്. അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഭാഗത്തുനിന്ന് ഈ സൈഡ് 4 ടക്ക് ബ്ലൗസിന് ഇതിനകത്ത് ക്രോസ് കട്ട് ബ്ലൗസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഈ സൈഡിലും നമുക്ക് ടക്കില്ല. പക്ഷേ ഈ സൈഡിൽ ടക്ക് ഏത് ടൈപ്പ് ബ്ലൗസിലാണെങ്കിൽ നമുക്ക് ടക്ക് മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതും കൂടി അതിൽ പറഞ്ഞുതരാം. ആ ഒരു പരിപാടി കൂടി പറയാം. ഈ സൈഡിൽ ടക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ സൈഡിൻ്റെ ഇതിൻ്റെ പകുതി ഇങ്ങനെ എടുത്തിട്ട് പകുതിയിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് ഇറങ്ങിയിരിക്കണം. പകുതിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഏത് വ്യക്തിക്കും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. കറക്റ്റ് സെൻറ്ററോ അതിനേക്കാളും മുകളിലോട്ടോ വരുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഇതെല്ലാം ബോഡി ലാംഗ്വേജ് ഒരു 90% ആളുകൾക്കും അങ്ങനെ ടക്ക് ഇടുമ്പോഴാണ് കൂടുതൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഭംഗി തോന്നിയിട്ടില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് എങ്ങനെ എടുക്കണേക്കാട്ടിലും ഒരു 1.25 ഇഞ്ച്, ഓക്കെ 1.25 ഇഞ്ചിട്ട് ഹൈറ്റ് വളരെ കൂടുതലനുസരിച്ച് ഒരു 2.25 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം കേട്ടോ താഴ്ഭാഗത്തുനിന്ന്. ഞാൻ ഇവിടെ നിന്നൊരു 1.25 ഇഞ്ച് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും, ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പ്ലസ് 1/2 ഇഞ്ച്. 1.25ൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ 2.25 വരും. ടക്ക് ഇടുന്നതിലാണ് പറഞ്ഞത്. അപ്പോൾ ആ അളവ് നമ്മളിവിടെ വരച്ചു. ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു മെയിൻ ടക്കിൻ്റെ ആ പോയിന്റിലേക്ക് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 1.5-1.25 ഇഞ്ച് നമ്മളൊരു ഗ്യാപ്പ് കിട്ടും, ഒരു സ്പേസ് കിട്ടും. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിലേക്ക് അടയാളപ്പെടുത്താം, വരയ്ക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാറില്ല. ഇനി ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ച്, എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിക്കാം. അതേപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്. ഓക്കെ, ഇതിലിവിടെയും അതേപോലെ ഒരു 1/4 ഇഞ്ചിൽ, ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക ചെയ്യണത്. അത് ടക്ക് പിടിക്കാനായിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ടക്ക് അതിനനുസരിച്ച് പിടിച്ചാൽ മതി. സെൻറ്റർ അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നത് തന്നെയാണ്. ഇങ്ങനെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, ഈ ഒരു പാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു ഇത്രത്തോളം ദൂരമൊക്കെയും ഇങ്ങനെ അതേ പോയിന്റ് കൂടെ തന്നെ തയ്ച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ കൂടുതൽ കിട്ടുക.
ഇനി നമ്മളത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ ചെറുതായിട്ട് ഒന്ന് വെട്ടിട്ട് കൊടുക്കുക, ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക, ഇതിനകത്തൊരു വെട്ടിട്ട് കൊടുക്കുക, ഈ ഒരു പോയിന്റിൽ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് അതേ ലെവലിൽ തന്നെ നമുക്കത് എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ട് കട്ടിങ് എന്ന് പറയണത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞൊരു കമൻറ്റ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ എന്തെങ്കിലും ഒരു ഐഡിയ അതിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.